ഇനി ഭരണഘടനാപരമായി ഈ CAA ന്യായീകരിച്ചെടുക്കാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ന്യായീകരിക്കബിൾ ആണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് മൊറാലിറ്റി, അതിനകത്ത് നൈതികത ശരിയായിട്ടല്ല, ഭരണഘടനയിൽ ഇങ്ങനെയൊക്കെയുള്ള സംഭവം ന്യായീകരിക്കാനായിട്ടുള്ള അത്യാവശ്യം വെടിമരുന്നൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അതും വസ്തുനിഷ്ഠമായിട്ട് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഒന്നാം പുസ്തകം എന്ന് പറയുന്ന പ്രസംഗത്തിൽ പറഞ്ഞു, നമ്മൾ ഭരണഘടനാ ധാർമ്മികതയ്ക്ക് ഉപരിയായിട്ടുള്ള ഒരു ഹയർ മൊറാലിറ്റിയിലേക്ക് പോയെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള മാനവിക വിരുദ്ധമായിട്ടുള്ള മതപരമായിട്ടുള്ള ആചാരങ്ങളും നിയമങ്ങളും മാറ്റാൻ പറ്റും. ഞാനതാണ് ഹയർ മൊറാലിറ്റിയെ കുറിച്ച് പറഞ്ഞു. ഭരണഘടന വെച്ച് ഇത് സാധൂകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ? ഞാൻ അംഗീകരിക്കില്ല. നിങ്ങളൊരു പക്ഷേ അംഗീകരിക്കുമായിരിക്കും. ഭരണഘടന വെച്ച് ഇത് സാധൂകരിക്കാൻ സാധിച്ചേക്കും ഒരു പക്ഷേ. നന്നായിട്ട് അടിച്ചു നിൽക്കാന്നുണ്ടെങ്കിൽ ഈ സാധനം എല്ലാം അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാന്നുണ്ടെങ്കിൽ ഈ CAA ഒക്കെ സുഖമായിട്ട് രക്ഷപ്പെട്ടു പോകും. അവിടെ ബാബറി മസ്ജിദ് കേസ് തന്നെ ഉടായിപ്പായിട്ടുണ്ടാക്കി. അവിടെയാണ് ഈ CAA നല്ല അതിന്റെ പല പാരാമീറ്റേഴ്സും അതിന്റെ ഇൻഡിസസും വളരെ സ്ട്രോങ് ആണ് ടെക്നിക്കലി നോട്ട് മോറലി. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് രണ്ടും പറയണ്ടേ. അത് പറഞ്ഞു എന്നേ ഉള്ളൂ, അല്ലാതെ അതിനകത്ത് കാര്യമൊന്നുമില്ല.